ഇന്ന് ഭഗവാന്റെ അനുഗ്രഹപ്രകാരം തന്നെ ഒരു തൊടുകുറി എടുത്തിട്ടുണ്ട്. അതിൻ പ്രകാരം വന്നിട്ടുള്ള ചില ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ തീവ്രമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ, ആ കാര്യങ്ങളെയൊക്കെ ഓർത്താണ് കുറി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ചില വ്യക്തികൾ തന്നെയാണ്. ഒറ്റപ്പെടലും മാനസിക വേദനയും അനുഭവിച്ചു. ദൈവം മാത്രമാണ് ആ ഒറ്റപ്പെടലിലെല്ലാം തന്നെ ഒരു കൂട്ടായി മുന്നോട്ട് കൊണ്ടുപോയത്. ജീവിതം കുറേ അധികം തന്നെ അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആരെയും അധികം വിശ്വസിക്കാനോ സ്നേഹിക്കാനോ പറ്റാത്ത രീതിയിൽ തന്നെ മനസ്സിന് ആഘാതമേറ്റു. ക്ഷമയോടുകൂടി നോക്കി നിന്ന സന്ദർഭങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു, വീർപ്പ് മുട്ടി തന്നെ നിന്നു. ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിച്ചു നിർത്തി. സ്വന്തം പ്രയത്നത്തിൽ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യമോ മറ്റെന്തെങ്കിലുമൊക്കെയോ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ അപ്രത്യക്ഷമായി പോകുന്നത്, യാതൊരു പ്രയോജനവുമില്ലാതായി പോകുന്നത് നിങ്ങൾ വെറുതെ നോക്കി നിന്നിട്ടുണ്ട്. എന്ത് ചെയ്താലും അതിനൊരു റിസൾട്ടുമില്ലാത്ത അനുഭവങ്ങൾ, കുറേ അധികം കഠിനമായ ജോലികൾ തന്നെ ഒരു അടിമയെപ്പോലെ നിങ്ങൾ എടുക്കേണ്ടി വന്നു. എന്നിട്ടും യാതൊരു റിസൾട്ടുമില്ല, സന്തോഷവും കുറവും മാത്രം. കുറേയൊക്കെ അനുഭവങ്ങൾ ഇപ്പോൾ ധൈര്യം തന്നിട്ടുണ്ട്. കുറേ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിമാനത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന, കളങ്കപ്പെടുത്തുന്ന ആൾക്കാരെ എതിർത്ത് ഒരു വാക്ക് പറയുവാനുള്ള ആർജവം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ജയിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പരാജയവും തിരസ്കാരവും നേരിടേണ്ടി വരും. നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും ഇല്ലാതാകുന്ന ആ നിമിഷങ്ങൾ, അതിനെ മറികടക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളെ തിരസ്കരിക്കുന്നവരെയും നമ്മളെ തോൽപ്പിക്കുന്നവരുടെയും മുന്നിൽ അവരെ നേരിടുവാനുള്ള മാർഗങ്ങൾ നമ്മൾ എപ്പോഴാണ് പഠിച്ചെടുക്കുന്നത്? നമ്മൾ എപ്പോഴാണ് ജീവിതം തന്നെ ഒന്ന് ലളിതമാക്കി മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തുന്നത്? ശരിക്കും അത് ശ്രമകരം തന്നെയാണ്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക ഒരു സത്യം. ഇത് പരാജയം എന്നത് ഒരു പാഠം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധാരണ പ്രക്രിയ തന്നെ. ഏതൊരു വ്യക്തിക്കും അതുണ്ടാകാം. ചിലർ പരാജയങ്ങൾ വരുമ്പോൾ വളരെ വേഗത്തിൽ തളർന്നു പോകും. മറ്റു ചിലരാകട്ടെ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട് മുന്നോട്ട് പോകും. പലപ്പോഴും നമ്മളെല്ലാം പരാജയത്തെ ഭയക്കുന്നത് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള വഴികൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും സ്വയം ഒറ്റപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് മറ്റൊരാളുണ്ട് എന്ന തോന്നലിൽ തന്നെ നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ അത് കുറിച്ചിടുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി, നിങ്ങൾക്ക് വേണ്ടി ഒരു ഓർമ്മ പങ്കിടാനായി മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന തോന്നൽ നിങ്ങളിലേക്ക് ഉറപ്പിച്ച് വിശ്വസിക്കുക. എൻ്റെ പ്രാർത്ഥനകളിൽ ഉറപ്പായും നിങ്ങളുമുണ്ടാകും. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ചുറ്റും ഇടപഴകുന്ന ആൾക്കാരുമായിട്ട് വലിയ പങ്കുണ്ട്. അതിനാൽ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ആ ആൾക്കാരിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങളെപ്പറ്റി മുൻവിധി ഇല്ലാതെ പെരുമാറുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കുക. അത് തന്നെ കൂടുതൽ മാനസികമായി സന്തോഷം അനുഭവിപ്പിക്കാനായിട്ട് കാരണമാകും. ജീവിതത്തിൽ കുറേയേറെ തെറ്റുകൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെയെങ്കിലും ഓർത്ത് അതിനെ ഒന്ന് തിരുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. എങ്കിലും ഭഗവാനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ഞാൻ തനിയെ ഭഗവാനെ വിളിച്ച് കണ്ണുനീർ പൊഴിക്കാറുണ്ട്. എങ്കിലും നീ എൻ്റെ വേദന കാണാറില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. അനുഭവിക്കുന്ന പലതും വേദനിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഭഗവാന്റെ ഓർമ്മകൾ എല്ലാം മായ്ച്ചു കളയും. സത്യത്തിൽ ആരോടും ഒന്നും തുറന്നു പറയുന്നില്ല. വേദനകൾ ഉള്ളിലൊതുക്കി നിൽക്കുകയാണ്. ജീവിതത്തിൽ നേരിട്ടതെല്ലാം നിസ്സാരമെന്ന് തോന്നിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ ചിലപ്പോൾ പരിഹസിച്ചേക്കാം. ദയനീയനും ദുഃഖിതനുമായ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ സകലതും നിരാശപ്പെടുത്തി ചിലതെല്ലാം എന്നിൽ നിന്നും അകന്നുപോയി.
സ്നേഹിച്ചതെല്ലാം എന്നിൽ നിന്നും അകന്നുപോയി. ഉള്ളതെല്ലാം നൽകിയിട്ടും മനസ്സിലാക്കുന്നില്ല. എന്നോട് ഇത്രയധികം അടുത്ത് നിന്നവർ എന്നെ ഇത്രയധികം വേദനിപ്പിച്ചു. എൻ്റെ നിലവിളി ആരും കേട്ടില്ല. ഓരോ രാത്രിയിലും ഉറക്കമില്ലാതെ ഞാൻ ചിന്തിച്ചു, കരഞ്ഞു. ഭഗവാനെ, എനിക്ക് വിശപ്പ് പോലും അനുഭവപ്പെട്ടിരുന്നില്ല. എണ്ണാൻ കഴിയാത്ത അത്ര തവണ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്നെ സ്മരിക്കുമ്പോൾ ഇന്ന് എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായി ഞാൻ അനുഭവിച്ചു പോവുകയാണ്. എല്ലാ തടസ്സങ്ങളും നീക്കുന്നവനാണ് നീയെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ രക്ഷകൻ അവിടുന്ന് തന്നെയാണെന്നും വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തന്നെ ഞാൻ എത്രയോ തവണ നിന്നെ വിളിച്ചു. ഏറ്റവും അസന്തുഷ്ടി അനുഭവിക്കുന്നത് ഞാനാണെന്ന് ചിലപ്പോൾ വിശ്വസിച്ചു പോവുകയാണ്. എൻ്റെ അടുക്കലേക്ക് നിന്റെ കൃപ എത്തുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. നിനക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ തളർന്നു തന്നെ പോകുന്നുണ്ട്. എൻ്റെ ദയനീയാവസ്ഥ അങ്ങ് മനസ്സിലാക്കണം. എന്നിൽ കാരുണ്യം വർഷിക്കേണ്ടതുണ്ട്. നിനക്കായി സമർപ്പിക്കുവാൻ വില കൂടിയ യാതൊന്നും തന്നെ എൻ്റെ കയ്യിലില്ല. വെറും കൈയോടെയാണ് ഞാൻ നിന്നോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിർമ്മലമായ എൻ്റെ സ്നേഹം മാത്രമേ നിനക്കായി സമർപ്പിക്കുവാനുള്ളൂ. അത് സ്നേഹിക്കുവാനോ നിരസിക്കുവാനോ നിനക്കാവും. എന്ത് തന്നെ ആയാലും ഭഗവാനെ, ഞാൻ നിനക്ക് കീഴടങ്ങിയ ഒരു ആത്മാവ് തന്നെയാണ്. ലോകത്തിൻ്റെ ആകെ പാപങ്ങൾ കഴുകിക്കളയുന്ന അങ്ങേക്ക് ഇത് വെറും നിസ്സാരം. ജ്വലിക്കുന്ന അഗ്നിയിൽ നീറുന്ന എന്നെ നീ മോചിപ്പിക്കണം. വേദനകളിൽ നിന്നും നീ എന്നെ അകറ്റി കൊണ്ടുപോകണം. ശരിക്കും ഈ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ സുവർണകാലം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഉണ്ടായിരുന്നു, എത്ര വിഷമങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അവസാനിക്കാൻ ഒരു ഘട്ടമുണ്ട്. അത് അവസാനിക്കാൻ പോവുകയാണ്. ഭഗവാന്റെ കൃപ നിങ്ങളിലേക്ക് ചൊരിയുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ സന്തോഷം കൊണ്ട് നിറയുവാൻ പോവുകയാണ്. നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെട്ടതെല്ലാം തന്നെ നിങ്ങൾക്ക് അതാതിൻ്റെ സമയത്ത് തന്നെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഇനിയും അങ്ങനെ തന്നെ ലഭ്യമാകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സമാധാനം നിറഞ്ഞ നന്മയുള്ള ആ കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചു വച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ, അതെല്ലാം സാധ്യമാകുവാൻ പോവുകയാണ്. നിങ്ങൾ തേടി നടന്ന അവസരങ്ങൾ, നിങ്ങൾ തേടിയ ജോലികൾ, നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ആ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം, അതെല്ലാം പ്രാപ്തമാകാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്ത സത്കർമ്മത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി സാധിക്കും. നിങ്ങൾ ഭഗവാനിൽ പുലർത്തുന്ന വിശ്വാസം, അത് ഒരിക്കലും ഇല്ലാതാവരുത്. അത് ഇല്ലാതാകുവാൻ ഭഗവാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം അറിയുന്ന ഭഗവാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. സമാധാനിക്കുക. സമയം മാറുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നേരെയാവുന്നതാണ്. ജീവിതത്തിൽ ഇതുവരെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നാളത്തെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ പരിശീലിക്കുകയായിരുന്നു. നിങ്ങൾ എങ്ങനെ ജയിക്കണമെന്ന് പരിശീലിക്കുകയായിരുന്നു. അത്രമാത്രം കണ്ട് അവഗണിച്ച് കളയുക. മുമ്പോട്ടുള്ള ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാൻ പോകുന്നു എന്ന പ്രതീക്ഷ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നല്ലത് തന്നെ വന്നെത്തും. അതിനെ തന്നെ നിങ്ങൾ ആകർഷിക്കുക.